Hello, good morning. Good morning, ma'am. Good morning, ma. Good morning, all of you. Yes. വരട്ടെ കേട്ടോ നമ്മള് നമ്മള് സമയം കുറച്ച് വേസ്റ്റ് ആകും കുറച്ചേരം ഞാൻ നോക്കിയിരിക്കും 27 തുടങ്ങി നോക്കിയിരിക്കാതെ വരുന്ന കുട്ടികള് രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ കൊണ്ടുവരും. Let's start. In the last class we were discussing about the impact of personality അല്ലെ personality traits in organization. അതെ നമ്മളുടെ ഓർഗനൈസേഷൻ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. എല്ലാവർക്കും ഒരേ വ്യക്തിത്വങ്ങളല്ല അല്ലെ. പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് വിൽ ബി ഡിഫറെന്റ് ഓർ വേരിഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഓരോ വ്യക്തികളിലും അവരവരുടേതായ വ്യക്തി സവിശേഷതകളുണ്ട് അല്ലെ, വ്യക്തിത്വ സവിശേഷതകളുണ്ട്. അപ്പോ ബിഹേവ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഓരോരുത്തരുടെയും ആ ഒരു വ്യക്തിത്വം അനുസരിച്ചും കൂടി ആയിരിക്കും ഓർഗനൈസേഷനിൽ ബിഹേവ് ചെയ്യുക അല്ലെ. സം മേ ബി ഇവിടെ പറയുന്നത് സോഷ്യബിൾ, സം മേ ബി ഗ്രിഗേറിയസ് ആൻഡ് എനർജറ്റിക്. കുറച്ച് ചില ആൾക്കാരെ ഭയങ്കര സോഷ്യലായി. സ്ക്രീൻ കാണുന്നില്ല? സ്ക്രീൻ കാണല്ലേ? ഇതേണ്ടല്ലോ, കാണുന്നില്ലേ? സാറാ നോക്കി നോക്കിയേ, കുറച്ച് ഇരിക്കുന്ന സ്ഥലത്തെ ഒന്ന് നീങ്ങിയിരുന്ന് നോക്കിയേ, റേഞ്ച് ഇഷ്യൂ ആയിരിക്കും. ഗൗരി പറയുന്നു കാണുന്നുണ്ടെന്ന്. പ്രസന്റ് ചെയ്ത കുഴപ്പമാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വരും ഇല്ലേ. ശ്രീലക്ഷ്മിക്ക് കാണുന്നുണ്ടെന്നാ പറഞ്ഞേ. ഒന്നുകൂടി ജോയിൻ ചെയ്ത് റീജോയിൻ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ശരിയാവും. ശരിയായില്ലേ? ഓക്കെ. അപ്പൊ സം പീപ്പിൾ വിൽ ബി സോഷ്യബിൾ, ഗ്രിഗേറിയസ് ആൻഡ് ഓൾസോ എനർജറ്റിക്. ഒരു വിഭാഗം ആൾക്കാർ, അതായത് എല്ലാവരും ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് മാത്രമല്ല, ചില ആൾക്കാർ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, എല്ലാം ഭയങ്കര ഊർജ്ജസ്വലതയോടെയൊക്കെ ചെയ്യും. ഗ്രിഗേറിയസ് ആയിരിക്കും എന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് സഹവർത്തിത്വം എന്നാണ് അതിന്റെ മലയാളം മീനിങ് വരെ. ഗ്രിഗേറിയസ് എന്ന് പറഞ്ഞാൽ സഹപ്രവർത്തകരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകി പോകും. അതുപോലെ തന്നെ സോഷ്യബിൾ ആയിരിക്കും, എല്ലാവരോടും എല്ലാം ഷെയർ ചെയ്യുന്നവരായിരിക്കും ചില ആൾക്കാർ. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ചില ആൾക്കാർ അതിന്റെ ഒരു എക്സ്ട്രീം ലെവൽ വേറെ രീതിയിലായിരിക്കും. എങ്ങനെയായിരിക്കും? ഒരു സ്റ്റൈൽ ആൻഡ് വിഡ്രോ, എല്ലാത്തിൽ നിന്നും ഇങ്ങനെ ഒതുങ്ങി മാറി മാറിക്കും, വിഡ്രോ ചെയ്തു പോകും, നാണാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് അല്ലെ. അപ്പൊ ഇൻഡിവിജ്വൽസ് ഓഫ് ഡിഫറൻസ് അക്കോർഡിംഗ് ടു ദർ പേഴ്സണാലിറ്റി ഓൾസോ. ഓരോരുത്തരുടെയും വ്യക്തിത്വം അനുസരിച്ച് ഓരോരുത്തരും വ്യത്യാസമാണ്. അപ്പൊ ഈ ഓർഗനൈസേഷനില് നമുക്ക് എന്താ പറയാ, പേഴ്സണാലിറ്റിയും അവരുടെ ബിഹേവിയറിനും ഒക്കെ നമുക്ക് ഈ ഓർഗനൈസേഷനിലും നമുക്ക് ലിങ്ക് ചെയ്യേണ്ടി വരും. ബിക്കോസ് വൈൽ ദേ ആർ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഇഫ് ദേ ആർ ഗിവിംഗ് സം ടാസ്ക്, ഹൗ ദേ പെർഫോം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റിക്കോ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറൽ പാറ്റേൺ, അവരുടെ പെരുമാറ്റ രീതിയോ അനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷന്റെ അവർക്ക് കൊടുക്കുന്ന ടാസ്കുകളെയൊക്കെ എഫക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു സംരംഭങ്ങളിൽ എംപ്ലോയീസിന്റെ പേഴ്സണാലിറ്റിയെയും അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറിനെയും കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത്. സോ ദ മാനേജേഴ്സ്, അവരുടെ ബിസിനസിന്റെ ആയാലും മാനേജേഴ്സ് ഹാവ് ടു മേക്ക് സം കോൺസെൻട്രേഷൻ ഓൺ ദെയർ ബിഹേവിയറൽ ട്രൈറ്റ്സ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ബിഹേവിയറിൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയൊക്കെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരെയും ഒരേ രീതിയിൽ കൊണ്ടുവരണം. ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് കൊടുക്കുന്ന ജോലികൾ കൃത്യമായിട്ട് അവര് എല്ലാവരും ഒരുപോലെ ചെയ്യണമെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിക്കൊക്കെ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് വ്യതിയാനം ഉണ്ടാവും. പക്ഷെങ്കിലും പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് ഗിവൺ ടാസ്ക് എന്ത് ചെയ്യാൻ പാടില്ല, മോശമാകാൻ പാടില്ല അല്ലെ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് മാനേജേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇനി കുറച്ച് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് which are most important to understand the aspects of organization behavior. ഒരു ഓർഗനൈസേഷൻ ബിഹേവിയറിൽ എന്നുവെച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന എംപ്ലോയീസിന്റെ പേഴ്സണൽ ട്രൈറ്റ്സിനെ കുറിച്ചിട്ട് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ഓരോന്നായിട്ട് നോക്കാം. അതെ, നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ കുറച്ച് അണ്ടർലൈൻ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. ഡിഫറെന്റ് പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താ പറയാ പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഇനി കുറച്ച് പറയാറുള്ളത്. കുറച്ച് ഓരോരോ പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഓരോന്നും എന്നുള്ളത് നമുക്ക് നോക്കാം.
പക്ഷെ അതിനു മുമ്പ് ഈ ഒരു പാരഗ്രാഫിൽ നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാനുള്ള സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടാ. ഒരുപാട് ഇങ്ങനെ വലിച്ചു നീട്ടിയൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. 2-3 പ്രാവശ്യം പാരഗ്രാഫുകൾ വായിച്ചു നോക്കണം. ക്ലിയർ ആയോ? അതായത് ഇത് അത്ര ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ലോട്ട്സ് ഓഫ് പാരഗ്രാഫ്സ് ആയിട്ട് എഴുതുമ്പോൾ പെട്ടെന്ന് നമ്മുടെ തലയിൽ കയറാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് നിങ്ങളൊന്ന് പഠിക്കുന്ന രീതിയിൽ ഒന്ന് ആ അണ്ടർലൈൻ ചെയ്യുന്ന സെന്റൻസുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. അതിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒന്നാമത്തെ സെന്റൻസ് ഇതാണ് കേട്ടോ. ഫോർ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സെന്റൻസ് ഉള്ള ഫോർ ഇൻസ്റ്റൻസ് വേണ്ട. An individual having a personality at one ultimate will be sociable, gregarious and energetic, and at the other extreme will be shy and withdrawn. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ചില പേഴ്സണാലിറ്റി ചില ഇൻഡിവിജ്വൽസ് ഇങ്ങനെയായിരിക്കും, എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്നു, അതുപോലെ എല്ലാവരോടും സഹവർത്തിത്വമുള്ളവരായിരിക്കും, നല്ല എനർജറ്റിക് ആയിരിക്കും. അതേസമയം മറ്റൊരു ഇടത്ത് നമ്മൾ നോക്കിയാൽ കാണുന്നത് ചില ആളുകള് ഭയങ്കരമായിട്ട് നാണവും അതുപോലെ സ്വയം എല്ലാത്തിൽ നിന്നും വിഡ്രോ ചെയ്ത് നിൽക്കുന്ന ആളുകളെയുമാണ് കാണാൻ സാധിക്കുക. അതൊരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? കിട്ടിയോ? കണ്ടോ നിങ്ങള് സെന്റൻസ് കണ്ടോ? 72nd പേജിലാണ്. 72 പേജ് നമ്പർ 72 ലാസ്റ്റ് പാരഗ്രാഫിന് തൊട്ട് മുന്നുള്ള വലിയ പാരഗ്രാഫാണ് നമ്മള് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞു മാത്രം. ഓക്കെ, അതിന്റെ തൊട്ടടുത്ത സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് the individual personality in the study of organization behavior ഏറ്റവും നല്ല ശരിയായ രീതിയിൽ പറയുന്നത് ഓർഗനൈസേഷൻ ബിഹേവിയറിലുള്ള പഠനത്തിൽ ഇൻഡിവിജ്വൽ ബിഹേവിയറിന് വളരെയധികം സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് പ്രൊവൈഡ്സ് ലിങ്കേജ് ബിറ്റ്വീൻ പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ. പേഴ്സണാലിറ്റിയും ബിഹേവിയറും തമ്മിൽ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ വലിയ മുഖ്യമായ ഒരു പങ്കുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. 2 സെന്റൻസ് കണ്ടോ? നിങ്ങൾ കണ്ടോ? കിട്ടിയില്ലേ? ആ 2 സെന്റൻസ് നന്നായിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. നിങ്ങൾക്ക് ഇത് മുഴുവനൊക്കെ നമ്മൾക്ക് ഓരോ സെന്റൻസും കാണാപ്പാടം പഠിക്കാൻ നടക്കുന്ന കാര്യമല്ല. അതായത് നമുക്ക് കാര്യം മനസ്സിലാക്കി തരാൻ ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത സെന്റൻസുകളിൽ വേറെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അണ്ടർലൈൻ ചെയ്യാൻ. അപ്പൊ നമുക്ക് നോക്കാം ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതില് ഒന്നാമത്തേത് റിസ്ക് ടേക്കിംഗ്, സെൽഫ് മോണിറ്ററിംഗ്, പിന്നെ ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി പേഴ്സണാലിറ്റി, സെൽഫ് എസ്റ്റീം, ലോക്കസ് ഓഫ് കൺട്രോൾ, മക്കിയാവെല്ലിയനിസം, ഗോൾ ഓറിയന്റേഷൻ, ഇൻട്രോവേർഷൻ വേഴ്സസ് എക്സ്ട്രോവേർഷൻ, ഡോഗ്മാറ്റിസം ആൻഡ് ഓഥോറിറ്റേറിയനിസം അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ ഓർഗനൈസേഷൻ ബിഹേവിയറിലുള്ള ചില ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസ് ട്രൈബ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് ഇത് അതുപോലെ തന്നെ ഒരുപാട് കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. റിസ്ക് ടേക്കിംഗ്, അതുപോലെ തന്നെ സെൽഫ് മോണിറ്ററിംഗ്, ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ പറയുന്നതിൽ അർത്ഥമില്ല, ഓൾറെഡി അവിടെ വളരെ വിശാലമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ഓരോന്നോരോന്നായിട്ട് അവിടെ കാണാം. ഓക്കെ, റിസ്ക് ടേക്കിംഗ്, സെൽഫ് മോണിറ്ററിംഗ്, പിന്നെ എ ടൈപ്പ് ബി ടൈപ്പ് അങ്ങനെയുള്ള പേഴ്സണാലിറ്റീസ്, പിന്നെ സെൽഫ് എസ്റ്റീം, സ്വയം എന്താ പറയാ വാല്യൂ ചെയ്യുന്നവര്, സ്വയം വൃത്തിയാകും. ഇപ്പൊ നമ്മൾക്ക് നമ്മളെ തന്നെ കുറിച്ചൊരു വാല്യൂ ഉണ്ടല്ലോ, അതിനെ അങ്ങനെ ചിലവ് കൺസിഡർ ചെയ്യും. ചില ആൾക്കാർക്ക് സ്വയം അവർക്ക് തന്നെ തരില്ല എന്നുള്ള രീതിയിലും കൺസിഡർ ചെയ്യും. എല്ലാത്തിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അതാണ് ഇതിനകത്തുള്ള പ്രത്യേകത. ഈ ഓരോ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇതിന്റെ 2 അക്കങ്ങളുണ്ട്. ഒന്ന് പോസിറ്റീവ് സൈഡ് ആയിരിക്കും, ഒന്ന് നെഗറ്റീവ് സൈഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ മക്കിയാവെല്ലിയനിസം, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മക്കിയാവെല്ലിയനിസം എന്ന് പറയുന്നത് എന്തൊരു ബിഹേവിയർ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനിപ്പുലേഷനിലൂടെ കണ്ണിലൂടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അല്ലെ. അത് അങ്ങനെയുള്ള ആളുകള്. പിന്നെ ഗോൾ ഓറിയന്റേഷൻ, ഇൻട്രോവേർഷനും എക്സ്ട്രോവേർഷനും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഡോഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഡോഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ അത് ചില കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങൾക്കൊക്കെ വേണ്ടി ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ശാഠ്യം പിടിക്കും. ചില ആൾക്കാർ ഇങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടി ഇങ്ങനെ വാശി പിടിച്ചു കൊടുക്കും. അത്തരം അഭിപ്രായങ്ങളെ വാശിയോടെ പിടിച്ച് നേടിയെടുക്കുന്ന രീതിയിലുള്ള ആളുകൾ കേട്ടോ, ഡോഗ്മാറ്റിസം. പിന്നെന്താ അഥോറിറ്റേറിയനിസം എന്താ? ഒരു അതോറിറ്റി അല്ലെ, ഒരു സ്ഥാനം, അധികാരം, അങ്ങനെ ചില ആൾക്കാരും എന്താ പറയാ അവരുടെ സ്വന്തം
അധികാരമൊക്കെ ഉപയോഗിക്കാനായിട്ട് താല്പര്യപ്പെടുത്തുക, അങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഉള്ളവരുണ്ട്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഇനി ഓരോന്നായിട്ട് പഠിക്കാനുള്ളത്. ആ പോയിന്റുകളായിട്ട് തന്നിരിക്കുന്നില്ലേ, അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ ഡിഫറെന്റ് പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് ആണ് ഓർഗനൈസേഷൻ ബിഹേവിയറിലുള്ളത് എന്നുള്ളത് ആ പോയിന്റില്ലേ, റിസ്ക് ടേക്കിംഗ്, സെൽഫ് മോണിറ്ററിംഗ്, ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി പേഴ്സണാലിറ്റി, അതില്ലേ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ലാസ്റ്റ് പാരഗ്രാഫ്, അതായത് 72 പേജിലെ ലാസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് തുടങ്ങി 73 അല്ല 71 പേജിലെ ലാസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് തുടങ്ങി 72 പേജിലെ ഫസ്റ്റ് വരെ ഉള്ളത് അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞത്. അണ്ടർലൈൻ ചെയ്തോ? ഒന്ന് വായിച്ചു നോക്കാൻ മാത്രമേ. ആ പാരഗ്രാഫിനകത്ത് ഇതിന്റെ എന്താണ് പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് ഏതൊക്കെയായിട്ടാണ് തരംതിരിച്ച് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനെ കുറിച്ച് ഒരുപാട് പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ എല്ലാത്തിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. വളരെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ നമുക്ക് അത്യാവശ്യം വേണ്ട, നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയർ പഠനത്തിന് വേണ്ടി വരുന്ന ചില പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതുവരെ ഇങ്ങനെ ഒരുപാട് ഓരോ പോയിന്റിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, സം പീപ്പിൾ മേ ടേക്ക് റിസ്ക്, ചാൻസസ് ആയിട്ട് എടുത്ത് അവരെന്ത് ചെയ്യുന്നു, ആ റിസ്കുകളൊക്കെ ഏറ്റെടുക്കാനായിട്ട് ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് വരുന്നവരുണ്ട്. അതേസമയം അറ്റ് ദ സെയിം ടൈം സം പീപ്പിൾ വിൽ നോട്ട്, അല്ലെ, they will not take the chances in front of them. അവർക്ക് ഉണ്ടാകുന്ന പല സാഹചര്യങ്ങളും സാധ്യതകളെയൊക്കെ അവര് ഇഗ്നോർ ചെയ്ത് പോകുന്നു. അതായത് അവരത് ചാൻസസ് ഓഫ് റിസ്ക് എടുക്കാൻ എന്താ പറയാ തയ്യാറാകുന്നില്ലാത്ത ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇവിടെയും അതെ. അതായത് ഓരോന്നിനും ഒരു പോസിറ്റീവ്സും ഒരു നെഗറ്റീവ്സും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് റിസ്ക് ടേക്ക് ചെയ്യുന്ന കാര്യത്തില് നമുക്കറിയാം, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, വൈ വി ആർ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ, ദർ ആർ മെനി റിസ്ക് ഫാക്ടേഴ്സ്. ഒരുപാട് റിസ്കി കാര്യങ്ങളുണ്ടല്ലേ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഒന്ന് ആലോചിക്കുക, അവര് ചെയ്യുന്ന ജോലി, ഏത് ജോലി അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാം വളരെ ഈസി ഗോയിങ് ആണെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. പറ്റുമോ? പറ്റുമോ? റെസ്പോൺസീവാണ് പറ്റില്ല. ഓക്കെ, കാരണം എന്താ? കാരണം ഏത് ആളുകളും അവർ ജോലി ചെയ്യുമ്പോൾ അവർ എപ്പോഴും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് എന്താ പറയാ തെറ്റുകൾ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിച്ചൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുക. അതും മാത്രമല്ല, ഒരു റിസ്ക് ഫാക്ടേഴ്സ് വളരെ അധികമുള്ള ബിസിനസ് സംരംഭങ്ങൾ എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കും അതിനനുസരിച്ച് ദേ ഹാവ് ടു ആക്സെപ്റ്റ് റിസ്കുകളൊക്കെ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാക്കണം. റിസ്കുകളെ ഏറ്റെടുക്കുന്നവർക്കും അല്ലെങ്കിൽ റിസ്കുകളെ ഫേസ് ചെയ്ത് നല്ല രീതിയിൽ സക്സസ് ആകുന്നവർക്കുമാണ് എപ്പോഴും ജീവിതത്തിലും അല്ലെ പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്തും ഒക്കെ ഉണ്ടാകുള്ളൂ. അപ്പൊ ഈ പറയുന്ന നമ്മുടെ റിസ്ക് ഏറ്റെടുക്കുന്ന കാര്യങ്ങളില് രണ്ട് ടൈപ്പ് ആളുകളുണ്ട്. അപ്പൊ മാനേജേഴ്സ് എന്താ പറയാ, ദേ ഹാവ് ടു മേക്ക് ഡിസിഷൻ, അല്ലെ, ആരൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഏതൊക്കെ എംപ്ലോയീസ് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്, ആരൊക്കെ അതിന് തയ്യാറല്ല. സോ ഇത് അവർക്ക് ഭയങ്കര പാടാണ് ഡിസിഷൻ മേക്കിങ്ങിന്. കാരണം ഇതിൽ ടേക്ക് ടൈം. ഇവർ ആരൊക്കെയാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്, ഡെഡിക്കേഷനോട് കൂടി റിസ്ക് ഏറ്റെടുത്ത്, അല്ലെ, അതും ഒക്കെ നേരത്തെ കൂട്ടി മനസ്സിലാക്കുക എന്നുള്ളത് മാനേജേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ബിക്കോസ് there are people, those who have different in their willingness to take chance. അതിന്റെ പ്രത്യേകത ഇതാ, കാരണം ആളുകളിൽ വ്യത്യാസമുണ്ട്. അവരുടെ ചാൻസുകൾ ഏറ്റെടുക്കാനുള്ള ഒരു ഇഷ്ടമില്ലേ, അതിൽ തന്നെ ആളുകൾ വ്യത്യസ്തരാണ്. പിന്നെ എങ്ങനെ നമുക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് പെട്ടെന്ന് പറ്റും? അപ്പൊ മാനേജേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ അവരും അതെ, അവർക്കും അവരുടെ മുമ്പിൽ വളരെയധികം വലിയ റിസ്കുകളാണ് ബിക്കോസ് ഓഫ് ദീസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അതായത് ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മാനേജ്മെന്റിനും എന്തുണ്ട്, അവർക്കും ഫേസ് ചെയ്യുന്ന മറ്റൊരു റിസ്ക് എന്ന് പറയുന്നത് they are not able to take some decision, അല്ലെ, ഡിസിഷൻ മേക്കിങ്ങിന് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എന്നതാണ്. So the managers have to find out the disparities among the individuals. ഈ ആളുകൾക്ക് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനായിട്ട് മാനേജ്മെന്റ് പറ്റണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് ഒക്കെ കൊടുത്തിട്ട്, അതായത് അവര് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർക്ക്, അതായത് ഏറ്റവും കൂടുതൽ നല്ല റിസ്കി ആയിട്ടുള്ള ടാസ്കുകളാണെങ്കിലും willing to take that choice, ആ ഒരു ചോയ്സ് അവർ ഏറ്റെടുക്കാൻ തയ്യാറാകുകയാണെങ്കിൽ, അല്ലെ, അവിടെ നമുക്ക് മാനേജ്മെന്റിനെ അവരെ ഏൽപ്പിക്കാനായിട്ട്.
ഹൈ റിസ്ക് എന്ന് പറയുന്നത് വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും. ഹൈ റിസ്ക് ഒക്കെ ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്ന ആൾക്കാരെ അവരെന്ത് ചെയ്യുന്നു, അവരവരുടെ മോർ ഇഫക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് അവര് ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻ ദ ഫേം. അതായത് റിസ്ക് ആയിട്ടുള്ള ബിസിനസ്സുകളിലെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ടാസ്കുകൾ വേണ്ടി പെർഫോം ഇറ്റ് വെരി വെൽ. അത് അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും ആഗ്രഹിക്കുന്നു. അതേസമയം എന്താ പറയാ, അങ്ങനെയാണെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. സ്പീഡി ആയിട്ട് അവർക്ക് മാനേജ്മെന്റിന് ഡിസിഷനൊക്കെ എടുക്കാൻ സാധിക്കും. പക്ഷേ എല്ലാ സമയത്തും സംഭവിക്കില്ല. ബിക്കോസ് ദർ വിൽ ബി സം ഹിൻഡ്രൻസസ്, ഒബ്സ്റ്റാക്കിൾസ്. കാരണം ചില സമയത്തൊക്കെ തടസ്സങ്ങൾ ഒക്കെ നേരിടേണ്ടി വരും. അപ്പൊ ആ തടസ്സങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, എന്തിന് കാരണമാകും? ഇറ്റ് വിൽ ഹിൻഡർ ദ പെർഫോമിംഗ് ആക്ടിവിറ്റീസ്. പല കാര്യങ്ങളുടെയും പെർഫോമൻസ് നടത്താനായിട്ട് അവർക്ക് തടസ്സം വരുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അതാണ് റിസ്ക് ടേക്കിംഗ്. 2 ടൈപ്സ് ഉണ്ട്. സം ആർ വില്ലിംഗ് ടു ടേക്ക് ദ ചാൻസസ് ഫോർ റിസ്ക്. ചില ആൾക്കാർ റിസ്ക് ടേക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ റെഡിയാണ് അതിന് വേണ്ടിയിട്ട്. അതേസമയം തന്നെ മറ്റൊരു സ്ഥലത്ത് എന്താണ്, റിസ്ക് ടേക്ക് ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. റിസ്ക് എടുക്കുന്നവര് നല്ല രീതിയിൽ പെർഫോമൻസ് കൊണ്ടുവരാനായിട്ട്, അവരുടെ ജോലിയിൽ പെർഫോം ചെയ്യാനായിട്ട് അവർ എന്ത് ചെയ്യുന്നു, തയ്യാറാവുന്നത്, റെഡിയാണ് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? റിസ്ക് ടേക്കിംഗ്. യെസ്. അപ്പോ നമ്മൾ ഏത് ജോബ് വേക്കൻസീസും ഫില്ല് ചെയ്യുമ്പോൾ ദ മാനേജേഴ്സ് ഹാവ് ടു ഡിസൈഡ് ഹൂ വിൽ ബി ദ ബെറ്റർ. ആ ഒരു സ്പെസിഫിക് ജോബിന് ആരാണ് ഏറ്റവും നല്ല വ്യക്തി. അപ്പൊ ഡിസിഷൻ എടുക്കാനായിട്ട് എന്താ പറയാ, അവിടെ മാനേജ്മെന്റിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു റൈറ്റ് ഡിസിഷൻ മാനേജ്മെന്റിന് എടുക്കാൻ പറ്റും. ബിക്കോസ് ദേ ക്യാൻ ഗിവ് ദ ചാൻസ് ടു ദ പീപ്പിൾ ദോസ് ഹു ആർ വില്ലിംഗ് ടു ടേക്ക് ചാൻസസ് ഫോർ റിസ്ക്. റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നവർക്ക് എന്ത് ചെയ്യാം, അത്തരം സ്പെസിഫിക് ഡിമാൻഡ് ചെയ്യുന്ന ജോബുകൾ കൊടുക്കാൻ പറ്റും. അതല്ലാത്തവരോട് കുഴപ്പമില്ല, അവര് ആ രീതിയിൽ ചെയ്യട്ടെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകാത്തവർക്ക് അതുപോലെയുള്ള ജോബുകൾ നമ്മൾ വളരെ ഫോഴ്സ്ഫുള്ളി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ പെർഫോമൻസ് തന്നെ അവർ വളരെ താഴ്ന്നിരിക്കും. സ്റ്റാൻഡേർഡ് പെർഫോമൻസിലേക്ക് നിർത്തില്ല, വളരെ ലോ പെർഫോമൻസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ പിന്നെ അത്തരം ആളുകളെ വെച്ചിട്ട് നമ്മളിങ്ങനെ ജോലി വെറുതെ നടത്തിക്കൊണ്ടിരിക്കുന്നു, സാലറി കൊടുക്കുന്നു, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലോസ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് ലെവൽ പെർഫോമൻസ് വരെ ഇവൺ അവർക്ക് നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് എന്താ, ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ സക്സസ് എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസിന്റെ എന്താ പറയാ, അവർ പെർഫോം ചെയ്യുന്ന ജോലി തന്നെയാണ്, അല്ലെ? അതില് വളരെ അവരുടെ സ്റ്റാൻഡേർഡിന്റെ അബൌവിലേക്ക് എത്തണം. സ്റ്റാൻഡേർഡ് ഉണ്ട്, ഏതോ ഒരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് അതിന്റെ അബൌവിലേക്ക് അവരുടെ പെർഫോമൻസ് എത്തണം. അതിലേക്കെങ്കിലും എത്തണം. അതിന്റെ ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ there is no of use, അല്ലെ? അവരെ കൊണ്ട് യാതൊരു കാര്യമില്ല. പ്രത്യേകിച്ച് ശമ്പളം കൊടുത്ത് ഫിനാൻഷ്യൽ നഷ്ടം ഉണ്ടാക്കുന്നു എന്ന് മാത്രമാണ് ഉണ്ടാവുക. മനസ്സിലായ? അപ്പൊ അങ്ങനെയുള്ള ജോബുകള്, റിസ്ക് ടേക്ക് ചെയ്യാൻ, റിസ്ക് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചില ഡിമാൻഡിങ് ജോബുകള് ഫിൽഡ് ബൈ someone those who are ready to take chances or take റിസ്കുകൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോബ്. മനസ്സിലായോ? ക്ലിയർ ആയോ? യെസ്. അപ്പൊ റിസ്ക് ടേക്കിംഗ്, അതിൽ നിങ്ങൾ ആദ്യത്തെ ആ 2 സെന്റൻസ് മാത്രമേ അണ്ടർലൈൻ ചെയ്താൽ മതി. 2 സെന്റൻസ്. ഒന്നാമത്തെ സെന്റൻസ്, പീപ്പിൾ ഡിഫർ ഇൻ their willingness to take chances. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പീപ്പിൾ ഡിഫർ ഇൻ their willingness to take chances. ഒന്നാമത്തെ സെന്റൻസ് അത്. ഓക്കെ. അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഫോർ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വേണ്ട. എ ഹൈ റിസ്ക് ടേക്കിംഗ് പ്രൊപ്പൻസിറ്റി may lead to more effective performance for a stock trader in a percentage of average firm ആണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഫേമില് ഒരു സ്റ്റോക്ക് എടുക്കുക, അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അവര് ഹൈ റിസ്ക് ടേക്കിംഗ് ഒരു എന്താ പറയാ ഇതൊക്കെയുള്ള അല്ലെങ്കിൽ ഹൈ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആളുകള് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് കേട്ടോ ആ സെന്റൻസിന്റെ മീനിങ്. അതൊന്നും അണ്ടർലൈൻ ചെയ്യണം. അതേസമയം ഉദാഹരണം, ഫോർ ഇൻസ്റ്റൻസ് മീൻസ് ഫോർ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാ. ഒരു സ്റ്റോക്ക് ട്രേഡറുടെ കാര്യം അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ്. സെന്റൻസ് കിട്ടിയോ?
ഫസ്റ്റ് സെന്റൻസും ആ പറഞ്ഞ സെക്കൻഡ് പാരഗ്രാഫിലെ ഒരു മിഡിൽ പോർഷനിൽ വരുന്ന സെന്റൻസും. ഓക്കെ, റിസ്ക് ഏറ്റെടുക്കുക എന്നുള്ളത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസിന് കാരണമായേക്കാം അല്ലെങ്കിൽ കാരണമാകുന്നു. എന്നാൽ എല്ലാ ആളുകളും ദേ ആർ നോട്ട് റെഡി ഓർ വില്ലിംഗ് ടു ടേക്ക് റിസ്ക്. എല്ലാ ആളുകളും എന്താ പറയാ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരല്ല. റിസ്ക് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ വൈവിധ്യങ്ങളും ആളുകളിൽ ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് ഒന്നാമത്തെ റിസ്ക് ടേക്കിംഗ്. ഒന്നാമത്തെ പേഴ്സണാലിറ്റി ഫീച്ചർ റിസ്ക് ടേക്കിംഗ്. എല്ലാവരും ഒരേപോലെ റിസ്ക് എടുക്കുന്നവരല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത്രയും നമുക്ക് അറിഞ്ഞാൽ മതി. അപ്പൊ ഇപ്പൊ ഒരു ബിസിനസ് ഇപ്പൊ നമ്മളോട് ഇവിടെ പുതിയ പുതിയ കോഴ്സുകൾ കൊണ്ടുവരുന്നു, അങ്ങനെ ഉണ്ടാകാറ് പുതിയ പുതിയ കോഴ്സുകൾ വരുന്നു. അപ്പൊ നമ്മുടെ ടീച്ചേഴ്സിനെ നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നു, അതിനുവേണ്ടി കൊണ്ടുവരുന്നു. അപ്പൊ ടീച്ചേഴ്സ് ആണ്, ക്വാളിഫൈഡ് ആണ്. പക്ഷെ നമ്മൾ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ചില ആളുകൾ മാത്രമേ സന്നദ്ധരാകുള്ളൂ. ഞങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല, പറ്റില്ല, ഞങ്ങൾ ദിസ് വേ ഓഫ് ടീച്ചിങ്, ഈ രീതിയിലാണ് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ അറിയുള്ളൂ. സോ അപ്പൊ എന്തുണ്ട്, അവര് ആ റിസ്ക് കുഴപ്പമില്ല, ഞാൻ ഇത് ട്രൈ ചെയ്യാം, ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കാം. ബിക്കോസ് ഒരു ടീച്ചറുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടു ടീച്ച് അല്ലെ, കൃത്യമായിട്ട് ആളുകളിൽ കുട്ടികളിൽ അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്യാനായിട്ട് എനിക്ക് പറ്റും, അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ഇത് ഏത് ടൈപ്പ് ഓഫ് ടീച്ചിങ് ആണ് എന്നുള്ളത് അവിടെ ഒരു വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല എന്ന് വിചാരിച്ച് സ്വയം എടുക്കും. അതിന് ചിലർ എന്ത് ചെയ്യും, വിഡ്രോ ചെയ്ത് പോകും പെട്ടെന്ന്. അയ്യോ പറ്റില്ല എനിക്ക്, കാരണം ഈ ഒരു രീതി എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് റിസ്ക് എടുക്കാനായിട്ട് താല്പര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് മാറും. അതാണ് റിസ്ക് ടേക്ക് ചെയ്യുന്ന കാര്യത്തിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? ഓർഗനൈസേഷനിൽ ഇത്തരം റിസ്ക് എടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, ഇഫക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നു. മെയിൻ ആയിട്ട് അതിന്റെ കാര്യങ്ങളാണ്. ആൻഡ് സെക്കൻഡ് വൺ, അടുത്തത് സെൽഫ് മോണിറ്ററിംഗ് ആണ്. നമ്മൾ നമ്മളെ തന്നെ മോണിറ്റർ ചെയ്യുക, സെൽഫ് ഒബ്സർവേഷൻ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ നമ്മളെ തന്നെ മോണിറ്റർ ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളായിക്കോട്ടെ, നമ്മളുടെ എന്താ പറയാ വ്യക്തിപരമായിട്ടുള്ള ചില സവിശേഷതകളായിക്കോട്ടെ അല്ലെ, അത് നമുക്ക് എന്താ പറയാ ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ വി ക്യാൻ മേക്ക് സം ചേഞ്ചസ് ഇൻ ദ പേഴ്സണാലിറ്റി. നമ്മളെ തന്നെ മോണിറ്റർ ചെയ്ത് നോക്കിയാൽ ചില പേഴ്സണാലിറ്റീസിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റുമെന്നുള്ളതാണ്. പറ്റൂലേ? പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അയ്യോ എനിക്ക് ആ ഒരു സ്വഭാവം അതിങ്ങനെ പറ്റൂലല്ലോ, എന്റെ പേഴ്സണാലിറ്റിയെ ബാധിക്കും, അത് മോശമാണ് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വി ക്യാൻ ചേഞ്ച് വി ആർ ഡൂയിങ് സം സെൽഫ് ഒബ്സർവേഷൻ. നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്താനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ അതിനനുസരിച്ച് we will adjust to the circumstances or to the situations which are external factors. അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ തന്നെ വിലയിരുത്തി, നമ്മൾ ഒബ്സർവ് ചെയ്തു, നമ്മൾ മനസ്സിലാക്കി, അയ്യോ ഇത് എങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു, ആ സെൽഫ് ഒബ്സർവേഷനുള്ള ആളുകൾ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ടു ദ സിറ്റുവേഷൻസ്. അവരെന്ത് ചെയ്യും, സ്വയം ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവർ അഡ്ജസ്റ്റബിൾ ആവും. അല്ല, ഞാൻ ഏത് ഒരു സിറ്റുവേഷനിൽ ചെന്നാലും എന്റെ പേഴ്സണാലിറ്റി ഇതാണ്, അതേപോലെ നടക്കുന്നതിലുണ്ട്. പക്ഷെ നമ്മളെ തന്നെ സെൽഫ് ഒബ്സർവ് ചെയ്യുക. നമ്മള് ഇത് ആ രീതി ശരിയാണോ ഞാനത് ചെയ്യുന്നത്. ഇപ്പൊ വൈ വി ആർ ഇൻ അവർ ഹൗസ്, നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഒരു രീതിയിലാണ്. പക്ഷെ വൈ വി ആർ ഗോയിങ് ഔട്ട്സൈഡ് ഓർ സം അതർ പ്ലേസ് റദർ ദാൻ അവർ ഹൗസ്, നമ്മുടെ വീടല്ലാത്ത മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് നമുക്കുണ്ടാകുന്ന ചില വ്യക്തിപരമായിട്ടുള്ള ഒരു പേഴ്സണൽ ചില രീതികളൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് ബിഹേവ് ചെയ്യുമോ? ചെയ്യില്ല. നമ്മളത് കൺട്രോൾ ചെയ്യും. കാരണം നമ്മൾ മനസ്സിലാക്കി, ഓ അത് ഒരു ശരിയായ രീതിയാണ്, നമ്മുടെ വീട്ടിലാണെങ്കിലും ഓക്കെ, പക്ഷെ ഇത് നമ്മള് പുറത്ത് പോയിട്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകും, അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. അതാണ് ഏതെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള എന്താ പറയാ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ബിഹേവിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ through self-observation, he or she can change or adjust to it. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ അവർക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. അപ്പൊ സെൽഫ് മോണിറ്ററിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് to adapt to the organization. ഒരു ഓർഗനൈസേഷൻ ബിഹേവിയറിലും ബിസിനസ് ഓർഗനൈസേഷനും ഇതുപോലെ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ജോലിക്ക് ഓർഗനൈസേഷനിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള മറ്റു ഭാഗികമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ കോവർക്കേഴ്സ് ഉണ്ട്, നമുക്ക് ഓരോ ചില സിറ്റുവേഷൻസിൽ കൂടി കടന്നു പോകേണ്ടി വരും. നമ്മുടെ മാനേജ്മെന്റ്, അവരുടെ ഇൻസ്ട്രക്ഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇതൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട്. ഇതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് എങ്ങനെയാണെങ്കിൽ പറ്റും, ബൈ സെൽഫ് മോണിറ്ററിംഗ് അല്ലെങ്കിൽ സെൽഫ് ഒബ്സർവേഷൻ. മനസ്സിലായോ? ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആകുന്നുണ്ടോ? ഇതിപ്പോ പേഴ്സണാലിറ്റി ആയതുകൊണ്ടും എല്ലാം ഹ്യൂമൻ ബീയിങ്സിന്റെ നമുക്ക് പുറമേ കാണാത്ത ചില എന്താ പറയാ സംഗതികളുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. വ്യക്തിപരമായ വ്യക്തിത്വമൊക്കെ നമുക്ക് പുറമേ കൂടി നോക്കിയ ഒരാളുടെ മുഖത്ത് നോക്കി മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റില്ല.
അതൊക്കെ ഉള്ളിലുള്ള എന്തോ ഒരു സാധനങ്ങളാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്താ പറയാ, നമുക്ക് അത്രയധികം അടുപ്പമില്ലാത്ത സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമുക്കൊന്ന് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്കത് ശരിയാണല്ലോ, ഓക്കെ അല്ലെ. അപ്പൊ സെൽഫ് മോണിറ്ററിങ്, ഞാൻ എന്നെ തന്നെ മോണിറ്റർ ചെയ്യുന്നു. എനിക്ക് എന്താണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് ഏത് സ്വഭാവ രീതിയാണ് മാറ്റുന്നത്, നമ്മളെ തന്നെ ഒന്ന് ഇടയ്ക്ക് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ ഈ ചില ആൾക്കാരുണ്ടല്ലോ ഹൈലി സെൻസിറ്റീവ് ആണ്. ചില എക്സ്റ്റേണൽ ആയിട്ടുള്ള ചിലപ്പോ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഉണ്ടാക്കാവുന്ന ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇല്ലേ ചില ആൾക്കാര് പെട്ടെന്ന് അതനുസരിച്ച് ചെയ്യുകയോ അതിനനുസരിച്ച് അവർ ബിഹേവ് ചെയ്യും. നമുക്ക് ചുറ്റുമുണ്ടാകുന്ന പല കാര്യങ്ങൾക്കും അവര് പെട്ടെന്ന് തന്നെ സെൻസിറ്റീവ് ആണ്. കാരണം അഡ്ജസ്റ്റ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞ അർത്ഥം, സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താണ് സെൻസിറ്റീവ്? മറ്റേ ടച്ച് മീ നോട്ട് എന്ന് പറയുന്നത് സെൻസിറ്റീവ് പ്ലാന്റ് ആണ്. പെട്ടെന്ന് നമ്മൾ തൊട്ടത് ഇങ്ങനെ വാടും അല്ലേ, സെൻസിറ്റീവ് ആണ്. ചില കുട്ടികളെ നമ്മൾ പറയില്ലേ സെൻസിറ്റീവ്, എന്താ എന്തെങ്കിലും കുഞ്ഞ് ഒന്ന് പറഞ്ഞ് വന്നാൽ മതി, അപ്പോഴേക്കും നമ്മളൊന്ന് മുഖമൊന്ന് മാറി സംസാരിച്ച് അപ്പോഴേക്കും കരച്ചിൽ തുടങ്ങും അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ വിളിക്കുന്നത് സെൻസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് സ്കിൻ സെൻസിറ്റീവ് ആണ്. എന്തെങ്കിലും ഒരു ചെറിയ സാധനം, എന്തെങ്കിലും ഒരു പൊടിയോ അല്ലെങ്കിൽ ഒരു ചെറിയ സാധനമോ എന്തെങ്കിലുമൊക്കെ ചില പൂപ്പിന്റെ ഇതൊക്കെ തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അലർജിക്ക് ആവും. ചുമക്കുക, അവിടെ റെഡിഷ് കളർ വരിക, അല്ലെങ്കിൽ മാന്തുക അല്ലെ, എന്നൊക്കെ തടിച്ചു പോവുക, അത് സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ടാണ്. ചില ആളുകൾക്ക് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ മുഖത്തൊക്കെ ചില എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇടുമല്ലോ, അതൊന്നും ഇടാൻ പറ്റില്ല. അവര് പറയാം കേട്ടിട്ടുണ്ട് എന്റെ സ്കിൻ സെൻസിറ്റീവ് ആണ്, സോ ഐ കനോട്ട് യൂസ് ദീസ് പ്രോഡക്ട്സ്, ഇത്തരം പ്രോഡക്റ്റ് ഒന്നും എനിക്ക് മുഖത്തൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ. ഈവൺ അത് പല ആളുകളും പറയുമ്പോൾ കേട്ടോ. അപ്പൊ സെൻസിറ്റീവ് എന്ന് പറയുന്നത് ആ ഒരു പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നതാണ് അല്ലെ. വികാരങ്ങളിൽ പെട്ടെന്ന് ചേഞ്ചസ് വരും. എംപ്ലോയീസിലും അതെ, അവർക്ക് ഉണ്ടാകുന്ന ഓർഗനൈസേഷനിലെ പല സിറ്റുവേഷൻസിൽ കൂടി കടന്നു പോകുമ്പോൾ അവർക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവരാണ് ഹൈ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. പെട്ടെന്ന് ഡിഫറെന്റ് സിറ്റുവേഷൻസ് അതനുസരിച്ച് മാറും. സിറ്റുവേഷൻസ് എന്ത് മുന്നിൽ വരുന്നോ അതനുസരിച്ച് മാറ്റാൻ കഴിവുള്ളവരുണ്ട്. കാരണം അവര് സ്വയം അവരെ തന്നെ മോണിറ്റർ ചെയ്ത് ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദേ ക്യാൻ അഡ്ജസ്റ്റ്, അവർക്ക് പറ്റും. അതേസമയം എന്താണെന്ന് അറിയാമോ, ചില ആൾക്കാർക്ക് എന്താ പറയാ ലോ സെൽഫ് മോണിറ്റേഴ്സ് ഉള്ളവര് എന്ന് വെച്ചാൽ സ്വയം അവരെ കുറിച്ച് അവർ മോണിറ്റർ ചെയ്യുന്നില്ല. സ്വന്തമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ, അവനവനെ കുറിച്ചൊരു ഒബ്സർവേഷൻസ് ഇല്ലാത്ത ആൾക്കാർ, തീരെ കുറവുള്ള ആൾക്കാർ എന്താണ് ഇവരെന്താന്ന് പറയോ, എല്ലാ സിറ്റുവേഷൻസിലും ദേ ആക്ട് സിമിലർലി. എന്ത് സിറ്റുവേഷൻ മുമ്പിൽ കൂടി പോയിക്കോട്ടെ. കാരണം ഇവര് ലോ സെൻസിറ്റീവ് ആണ് എന്ന് വെച്ചാൽ അവർക്ക് വലിയ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അഡ്ജസ്റ്റ് ടു ദ സിറ്റുവേഷൻസിനനുസരിച്ച് അവരുടെ ശരിയായ നേച്ചർ, പ്രകൃതിയോ അവരുടെ ആറ്റിറ്റ്യൂഡോ മനോഭാവമോ ഒന്നും മാറ്റില്ല. എവറി സിറ്റുവേഷൻ ദേ ബിഹേവ് അല്ലെങ്കിൽ ദേ ടെൻഡ് ടു ഡിസ്പ്ലേ ദെയർ ട്രൂ നേച്ചർ, അവരുടെ യഥാർത്ഥ സ്വഭാവം തന്നെ എപ്പോഴും കാണിക്കുന്നു. കാരണം എന്താ, അവര് സെൽഫ് മോണിറ്ററിങ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ഇതും രണ്ട് രീതിയിലുണ്ട്. സെൽഫ് മോണിറ്ററിങ് ചെയ്യുന്നവരുണ്ട്, സെൽഫ് മോണിറ്ററിങ് ചെയ്യാത്തവരുണ്ട്. നേരത്തെ കണ്ടില്ലേ, റിസ്ക് ടേക്ക് ചെയ്യുന്നവരുണ്ട്, റിസ്ക് ടേക്ക് ചെയ്യാത്തവരുണ്ട്. അത് മനസ്സിലായോ? ക്ലിയറായോ? യെസ്. സോ അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ ഹൈ ഒബ്സർവേഷൻ, ഹൈ സെൽഫ് ഒബ്സർവേഷൻസ് ഉള്ളവര് അവര് എല്ലാത്തിലും നന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കും. ആൻഡ് അക്കോർഡിംഗ്ലി അതിനനുസരിച്ച് അവരുടെ ബിഹേവിയറിലും മാറ്റങ്ങൾ വരും. അത് അവര് എല്ലാത്തിനോടും അവർക്ക് അഡ്ജസ്റ്റബിൾ ആകാനായിട്ട് പറ്റുമെന്നുള്ളതാണ് കേട്ടോ. ഏതിനേക്കാൾ ലോ സെൽഫ് മോണിറ്ററിങ് ഉള്ള ആളുകളേക്കാൾ അവർക്ക് ഒരു മാറ്റമില്ല. അവരെ തന്നെ സ്വയം വിലയിരുത്തുന്നില്ല, മോണിറ്റർ ചെയ്യുന്നില്ല, ഒബ്സർവ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, എപ്പോഴും ഒരേ നേച്ചർ തന്നെ അവർ പ്രകടമാക്കുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ അല്ലേ? വായിച്ച് നന്നായിട്ടൊന്ന് നോക്കണട്ടാ. ഞാൻ പറഞ്ഞു ഇതിന്റെ സെന്റൻസുകളൊക്കെ കുറെ വായിച്ചു വരെയൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ട കാര്യം നമ്മൾ ഇതിൽ നിന്ന് അണ്ടർലൈൻ ചെയ്യുന്നു, പഠിക്കുന്നു. ഓക്കെ, യെസ്. ഇവിടെ സെൽഫ് മോണിറ്ററിങ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് സെക്കൻഡ് സെന്റൻസ് ആണ് കേട്ടോ. ഈ സെൽഫ് മോണിറ്ററിംഗിലെ സെന്റൻസ് രണ്ടാമത്തെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഇറ്റ് റിഫേഴ്സ് ടു, ഇറ്റ് എന്നുള്ളത് പക്ഷെ സെൽഫ് മോണിറ്ററിംഗ് എന്ന് ചേർത്ത് വായിക്കണം എന്ന് മാത്രം. ഇറ്റ് refers to an individual's ability to adjust his or her behavior to external factors. It എന്ന് പറഞ്ഞ് വായിച്ചു പഠിക്കരുത്, സെൽഫ് മോണിറ്ററിംഗ് എന്ന് വായിച്ചു പഠിക്കണം. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? അണ്ടർലൈൻ ചെയ്തത് കിട്ടിയോ? യെസ്. ഓക്കെ, അടുത്ത സെന്റൻസ്. സെക്കൻഡ് സെന്റൻസ് അത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് ഉണ്ട് കേട്ടോ. ഇൻഡിവിജ്വൽസ് high in self-monitoring can show significant adaptability in turning their behavior to external factors. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം.
വീണ്ടും ഒരു സെന്റൻസ് കൂടി ഉണ്ട്, അതുകൂടി അണ്ടർലൈൻ ചെയ്യണം. Low self monitors cannot deviate from their behavior. Low self monitors cannot deviate from their behavior. They tend to display their true nature and attitude in every situation. Low self monitoring ഉള്ളവര് അവരവരുടെ സ്വഭാവത്തിൽ നിന്ന് യാതൊരു രീതിയിലും വ്യതിചലിക്കുന്നില്ല എന്നും അവരെപ്പോഴും അവരവരുടെ യഥാർത്ഥ സ്വഭാവം തനി നിറം തന്നെ കാണിക്കുന്നു അല്ലെ. മനോഭാവവും എന്താ പറയാ സ്വഭാവവും ഒക്കെ എല്ലാ സിറ്റുവേഷൻസിലും സിമിലർ ആയി സെയിം ആയി. ഓക്കെ, ക്ലിയർ ആയല്ലോ? സെൽഫ് മോണിറ്ററിംഗ് രണ്ട് മൂന്ന് സെന്റൻസ് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിലും തന്നെ ബാക്കിയെല്ലാം ഉണ്ട്. മൂന്ന് കുറെ എഴുതിയുണ്ട്, നമുക്ക് ഇവരുടെ ടോപ്പിക്കിന് വേണ്ടിയിട്ട് വലിച്ചു നീട്ടി കുറെ എഴുതിയുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് നമ്മൾ പഠിക്കേണ്ടത്. ബാക്കിയുള്ളതൊന്ന് എഴുതിക്കണേ, അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഓക്കെ, അടുത്തത് ഏതാ? സെൽഫ് മോണിറ്ററിംഗ് കഴിഞ്ഞു. അടുത്തത് സെൽഫ് എസ്റ്റീം. ഇത് സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ സ്വയം വാല്യൂ ചെയ്യുക. നമ്മൾ നമ്മളെ തന്നെ വാല്യൂ ചെയ്യാം. എനിക്ക് എന്റെ വീട്ടിലോ സമൂഹത്തിലോ മറ്റെവിടെയാണെങ്കിലും നമുക്ക് നമ്മളുടേതായ ഒരു വിലയുണ്ട്, ഈ വാല്യുവേഷൻ ഉണ്ട് ഓഫ് അവർ സെൽഫ്. നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്താറുണ്ടോ? We have to do some continuous evaluation of ourselves. ഓരോ വ്യക്തികളും അവരെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇവിടെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് ഓരോരുത്തര് അവരവരുടെ വർത്തിനെസ്, സെൽഫ് വർത്തിനെസ് ആണ് കേട്ടോ, സ്വയം വിലയിരുത്തുന്ന കാര്യമാണ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിൽ ഡൂയിങ് ദർ ഡ്യൂട്ടീസ് ഓർ പെർഫോമിംഗ് ദർ ടാസ്ക്, അവരെന്ത് ചെയ്യുന്നു? അവർക്ക് സ്വന്തമായിട്ട് എനിക്ക് ആ ഓർഗനൈസേഷനിൽ എന്ത് വിലയുണ്ട് എന്നുള്ളത് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. സോ അതനുസരിച്ച് എന്താണ് അവരുടെ ആ ഒരു വിലയനുസരിച്ചാണ് അവർ എന്ത് ചെയ്യുന്നത്? പല കാര്യങ്ങളെയും ജഡ്ജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നത്. അല്ലെ, എന്റെ കാര്യം എനിക്ക് പറയുമ്പോ എനിക്ക് ഒരു ജഡ്ജ്മെന്റ് ആവശ്യമുള്ള സമയത്ത് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഒരു തീരുമാനം പറയാനൊക്കെ ആണെങ്കിൽ അവർക്ക് ആ ഒരു മൂല്യത്തിൽ നിന്നുകൊണ്ട് അവരുടെ ജഡ്ജ്മെന്റുകൾ പറയാം. അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങളോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അതൊക്കെ നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ സിറ്റുവേഷൻസിലും നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. ഒരാളുടെ അഭിപ്രായം പറയുന്നു, അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന എല്ലാം തലമുറയ്ക്ക് എനിക്ക് സംബന്ധിക്കേണ്ട കാര്യമില്ല അല്ലെ. എനിക്ക് എന്റെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. എനിക്ക് ഞാൻ എന്ന് പറയുന്ന ഒരു മൂല്യം എനിക്ക് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, എന്റെ ഒരു വിലയൊക്കെ ഞാൻ പരിഗണിക്കുന്നുണ്ടെങ്കിൽ എന്റെ റെസ്പോൺസ് എനിക്ക് അതേ രീതിയിൽ അറിയിക്കാൻ പറ്റും അല്ലെ. അങ്ങനെയുള്ള അസസ്മെന്റ് ആണ്. അതും നമ്മുടെ ഓർഗനൈസേഷന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ ആ ഒരു എന്താ പറയാ 5 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് നേരത്തെ പറഞ്ഞില്ല, 5 എണ്ണം, സോഷ്യബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മുടെ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സെൽഫ് എസ്റ്റീം സ്വയം വിലയിരുത്തി കാര്യങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങളും ജഡ്ജ്മെന്റും അഭിപ്രായവും സ്വന്തം അഭിപ്രായമുള്ളവരും ഉണ്ട്. അതേസമയം ഇതിലൊന്നും ഇല്ലാത്തവരും ഉണ്ട്. ചില ആൾക്കാര് അവര് എന്താ പറയാ അവരുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ശരി, ഓക്കെ, അങ്ങനെ പിന്താങ്ങുന്നു, അതുകൊണ്ട് സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കും. മനസ്സിലായി? എന്റെ വിലക്കനുസരിച്ച് നമുക്കൊരു ഇതുണ്ടാവില്ല. മനസ്സിലായി? അതും ഓർഗനൈസേഷൻ ബിഹേവിയറിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് അല്ലെ. സെൽഫ് എസ്റ്റീം, ഒരാൾക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായമില്ല, ഒരു ജഡ്ജ്മെന്റ് ഇല്ല അല്ലെ, ഒരു റെസ്പോൺസ് ടു ആൻ ഒപ്പീനിയൻ, ഒരു അഭിപ്രായത്തിനൊരു റെസ്പോൺസ് ഇല്ല എന്ന് വെച്ചാൽ എന്താ? നമുക്ക് നമ്മളെ തന്നെ ഒരു വിലയും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അതും ഓർഗനൈസേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് എസ്റ്റീം. ക്ലിയർ? മനസ്സിലായോ? യെസ്, അണ്ടർലൈൻ ചെയ്യേണ്ടത് ഫസ്റ്റ് സെന്റൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് കുറച്ച് വലുതാണ്. എന്താ പറയാ, ഫെയിലിയേഴ്സ് വരെ. സെൽഫ് എസ്റ്റീം ഈസ് ദ ഔട്ട്കം ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഓഫ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. ഒരു ആണായാലും പെണ്ണായാലും അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു നിരന്തരമായ വിലയിരുത്തലുകളാണ് ഓരോ വ്യക്തിയുടെയും. അതിനെയാണ് നമ്മൾ സെൽഫ് എസ്റ്റീം എന്ന് വിളിക്കാം. അത് ആ വിലയിരുത്തലുകൾ എന്തിലേക്ക് നയിക്കുന്നു? which will be judgments reflecting his or her response to their others' opinions. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോട്, മറ്റുള്ളവരുടെ കാര്യങ്ങളോട് സ്വന്തമായിട്ടുള്ള ജഡ്ജ്മെന്റും റെസ്പോൺസും ഒക്കെ ഏത് സിറ്റുവേഷൻ അനുസരിച്ചും റിഫ്ലക്ട് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും ഇങ്ങനെയുള്ള സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾ. ആൻഡ് ഓൾസോ അവരുടെ വിജയവും പരാജയവും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാനും അതിലെന്തെങ്കിലും വിധികളൊക്കെ ഉണ്ടെങ്കിൽ സ്വയം തീരുമാനിക്കാനൊക്കെ അവര് അഡ്ജസ്റ്റബിൾ ആയിരിക്കും. ആ ഒരു സെൻസ് മാത്രം മതി സെൽഫ് എസ്റ്റീമിന്. എല്ലാം അതിനകത്തുണ്ട്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ?
ഇനി സെൽഫ് എസ്റ്റീം ഓർഗനൈസേഷനിൽ എങ്ങനെയൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പോകുന്നത് കേട്ടോ. കുറച്ച് 2-3 സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. സെൽഫ് എസ്റ്റീം ഹൗ ഇറ്റ് എഫക്ട് ഓൺ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ബിഹേവിയറിൽ സെൽഫ് എസ്റ്റീം എങ്ങനെയൊക്കെയാണ് പ്രതിഫലിക്കുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത കുറച്ച് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ എന്താ? സെൽഫ് എസ്റ്റീം റിഫ്ലെക്ട്സ് ആൻ ഇൻഡിവിജ്വൽസ് ചോയ്സ് ഓഫ് വൊക്കേഷൻ. എന്താണ് ചോയ്സ് ഓഫ് വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ സെലക്ടിങ് ഓഫ് സ്പെസിഫിക് കരിയർ. ഒരു ആള് ഒരു ജോലി സ്ഥലത്ത് അവരുടെ ഒരു കരിയർ അവർ സെലക്ട് ചെയ്യുന്നതില്, ചൂസ് ചെയ്യുന്നതില്, ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു കരിയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടം അല്ലെങ്കിൽ ഒരു ലൈഫ്, അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ജോലികൾ, ഇതൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുക്കൂലേ, ഒരു കരിയർ ഒക്കെ തിരഞ്ഞെടുക്കുക. അത് ഒക്കെ അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കരിയർ തുടങ്ങാനായിട്ട്, അല്ലെങ്കിൽ ഒരു കരിയർ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളതിലൊക്കെ വ്യക്തമായ ബോധ്യം ഒക്കെ ഉള്ളവരായിരിക്കും ഈ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾ. എന്ന് വെച്ചാൽ സ്വയം എല്ലാ കാര്യവും അവനവരെ തന്നെ വിലയിരുത്തി ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴും ഇടയ്ക്കിടയ്ക്കാണ്, കണ്ടിന്യൂസ് എന്നാണ് അവിടെ വാക്ക് ഉപയോഗിച്ചത്. കണ്ടിന്യൂസ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് അതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഓരോ വ്യക്തികളും അവരവരുടെ പേഴ്സണാലിറ്റിയുടെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, വിലയിരുത്തിക്കൊണ്ടിരിക്കണം അല്ലെ. അപ്പൊ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തണം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ കണ്ടിന്യൂസ് ഇവാലുവേഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്നു, അവർക്കൊരു ഇതുണ്ട്, അവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ചോയ്സ് ഓഫ് വൊക്കേഷൻ. അവരുടെ സ്വന്തം കരിയറൊക്കെ എന്താ പറയാ, ചൂസ് ചെയ്യാനായിട്ട്, സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുള്ളവരായിരിക്കും. അതാണ് പ്രത്യേകത കേട്ടോ. ചോയ്സ് ഓഫ് വൊക്കേഷൻ എന്താണെന്ന് വെറുതെ അവിടെ ഇരുന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ആ ചോയ്സ് ഓഫ് വൊക്കേഷന്റെ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് എന്റെ മുകളിലോ സൈഡിലോ നോട്ടിന്റെ ഒക്കെ അടുത്ത് തന്നെ ഒന്ന് വെറുതെ എഴുതി വെച്ചേക്കാം. അതെന്താണ് ചോയ്സ് ഓഫ് വൊക്കേഷൻ പിന്നീട് നോക്കുമ്പോഴെങ്കിൽ മനസ്സിലാവില്ല. സെൽഫ് എസ്റ്റീം റിഫ്ലെക്ട്സ് ആൻ ഇൻഡിവിജ്വൽസ് ചോയ്സ് ഓഫ് വൊക്കേഷൻ. ചോയ്സ് ഓഫ് വൊക്കേഷൻ റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും ഒരു വ്യക്തിയിലെ എന്തെങ്കിലും സെൽഫ് എസ്റ്റീം. ഏതാ അണ്ടർലൈൻ ചെയ്തിട്ട് ആക്ട് ഓഫ് സെലക്ടിങ്, ആക്ട് ആക്ട് ഓഫ് സെലക്ടിങ് specific career, SPECIFIC, specific career or life work. ജീവിതത്തിലെ ജോലികളൊക്കെ ഏറ്റെടുക്കാനായിട്ട് ഒരു സെലക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ, അതിനാണ് ചോയ്സ് ഓഫ് വൊക്കേഷൻ വിളിക്കുക. നമ്മുടെ നിലയനുസരിച്ച് നമുക്കൊരു ജോലി തിരഞ്ഞെടുക്കാം. ഇപ്പൊ അല്ലേ ചില ആൾക്കാർ പറയില്ലേ, ഇങ്ങനെ പറയാൻ വേണ്ടിയില്ലേ, നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. സോ വി ക്യാൻ ഡിമാൻഡ് അക്കോർഡിംഗ് ടു അവർ വാല്യൂ. നമുക്ക് നമ്മളെ തന്നെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതെ എനിക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട്, ആൻഡ് ഓൾസോ ഐ എം എക്സ്പീരിയൻസ്ഡ്, ഇത്ര ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. സോ ആ എക്സ്പീരിയൻസും ആ ക്വാളിഫിക്കേഷനും കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് പോകുമ്പോൾ വി ക്യാൻ ഡിമാൻഡ് അവർ സാലറി. അങ്ങനെ ഒരു ചോയ്സ് ഉണ്ട് അല്ലേ. ഉണ്ട്. നമ്മുടെ കരിയറിന്റെ ഡെവലപ്മെന്റ് ആണ് തീർച്ചയായിട്ടും നമ്മളൊരു സാലറി നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. കാരണം എന്താ, എനിക്കറിയാം എനിക്ക് എന്റെ വാല്യൂ എന്താണെന്ന് അറിയാം. സോ അക്കോർഡിംഗ് ടു മൈ വാല്യൂ, സെൽഫ് എസ്റ്റീം, ഐ ക്യാൻ ഡിമാൻഡ് ദ സാലറി അല്ലെ. അവര് ചോദിക്കും, ഇപ്പോഴത്തെ എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും ജോലിക്ക് എടുക്കുന്ന റിക്രൂട്ട്മെന്റ് സമയത്ത് കാൻഡിഡേറ്റ്സിനോട് ചോദിക്കാറുണ്ട്, വാട്ട് യു ആർ എക്സ്പെക്ടിങ് സാലറി, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന സാലറി എന്താണെന്ന്. സോ ഇഫ് യു ആർ ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഇഫ് യു ഹാവ് ദ എന്താ പറയാ, if you have the chance to take risk, ഇതുപോലെ റിസ്കുകൾ എടുക്കാനും അതനുസരിച്ചുള്ള ക്വാളിഫിക്കേഷനും ഇതൊക്കെ ഉണ്ട്, എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും ഡിമാൻഡ് സാലറി, ഡിമാൻഡ് നമുക്കത് ചെയ്യാം, ഇത്ര സാലറി കിടക്കുന്നത്. ഓക്കെ, അതൊക്കെയാണ്. അപ്പൊ അതായത് ഒരു കരിയർ ഉണ്ടാക്കുന്ന ചൂസ് ചെയ്യുന്ന കാര്യം തന്നെയാണത്. അത് സെൽഫ് എസ്റ്റീം ഉള്ളവർക്കേ പറ്റുള്ളൂ. അടുത്തത് ഇൻഡിവിജ്വൽസ് വിത്ത് ഹൈ എസ്റ്റീം. അവരെന്താണല്ലോ, ഇവര് ഓൾസോ will be drawing towards their higher status. ഈ സെൽഫ് എസ്റ്റീം ഉള്ളവര് ഹൈ സ്റ്റാറ്റസിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഹൈ സ്റ്റേറ്റസ് ആയിട്ടുള്ള ജോബുകൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എന്റെ വാല്യൂ, അപ്പൊ എനിക്ക് ഈ സ്റ്റാറ്റസിലുള്ള ജോലി വേണം, ഞാൻ ഇന്ന ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ആ ജോലിയല്ല, ഇന്ന ജോലി ഞാൻ തരണമെന്ന് എന്താ പറയാ മാനേജ്മെന്റ് സൂചിപ്പിച്ചാൽ യു ക്യാൻ ഡിമാൻഡ്, എനിക്ക് ഈ സ്റ്റാറ്റസ് വേണം, ഈ സ്റ്റാറ്റസിലുള്ള ജോലിയല്ല, എനിക്ക് ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ബിക്കോസ് അക്കോർഡിംഗ് ടു മൈ വാല്യൂ, എന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്റെ ക്വാളിഫിക്കേഷൻ, ഞാൻ നേടിയ എക്സ്പീരിയൻസ്, എന്റെ എഡ്യൂക്കേഷൻ ഒക്കെ അതൊക്കെ കൂടി പ്ലസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു വാല്യൂ ഉള്ളത്. അത് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ സ്റ്റേറ്റസ് ഉയർന്ന ജോലികൾ നമുക്ക് എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാൻ പറ്റും. മനസ്സിലായോ? ഇനി മാത്രമല്ല, they will not accept some unorthodox jobs. എന്താ വെച്ചാൽ അൺഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ചില ആൾക്കാരെ ഇത് നമ്മുടെ പ്രസ്റ്റീജ് സ്റ്റേറ്റസ് ഇഷ്യൂ ആണ്
ഓർത്തഡോക്സ് പാരമ്പര്യമായിട്ടുള്ള ജോബുകളൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇഫ് സമ്മൺ നോസ് ദെയർ വാല്യൂ, ദെയർ സെൽഫ് എസ്റ്റീം, ഓരോരുത്തർക്കും അവരവരുടെ എസ്റ്റീം, അവരെ തന്നെ വിലയിരുത്താനായിട്ട് കഴിവുണ്ട്, വില മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ജോലി നോക്കിയില്ല. അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഡിമാൻഡ് ചെയ്യുന്ന ജോലിക്കാണ് പോകുന്നത്. അവരുടെ സ്റ്റേറ്റസിന് ഉതകുന്ന രീതിയിലുള്ള ജോലി അന്വേഷിച്ചു പോകും, അല്ലെ? അല്ലാതെ പാരമ്പര്യമായിട്ട് പോയാൽ ഞങ്ങൾ ഇതേ ചെയ്തോണ്ടില്ല, അപ്പൊ നീ ഒന്ന് ചെയ്യും. അപ്പൊ അവൻ പറയാണ്, ശരി അന്ന് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരെന്താ? ലോ എസ്റ്റീം ഉള്ളവരാ. അവനെ കുറിച്ച് അവനോട് വരില്ല. പിന്നെ എന്തിനാ അവൻ ഇത്രയും പഠിച്ചു, അല്ലെ അവൾ ഇത്രയും പഠിച്ചു, ഇനി ഈ ഒരു ജോലി ചെയ്യാനാണോ? അല്ലേ? അത് ചിന്തിക്കാൻ പാടില്ലേ? അല്ലേ? അപ്പൊ ഹൈ സ്റ്റേറ്റസ് ആയിട്ടുള്ള ജോബ്സ് ചെയ്യാനാണ് സെൽഫ് എസ്റ്റീം, ഹൈ സെൽഫ് എസ്റ്റീം ഉള്ളവര് ആഗ്രഹിക്കുന്നത്. They are ready to take risk. They have the choice of the selection of their job. അവർക്ക് ജോലി ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഉണ്ടാകും. കാരണം അവർക്ക് അവരുടെ വാല്യൂ അറിയാം. അതുകൊണ്ട് തന്നെ yes. And the third one, self-esteem affects individuals as to how they set their goals. ഇനി മാത്രമല്ല, ഈ സെൽഫ് എസ്റ്റീം ഉള്ളവർക്ക് അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. അവർ because they have set their goals. അവരൊരു ലക്ഷ്യം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ലക്ഷ്യത്തിലേക്ക് അവര് എന്ത് ചെയ്യും? എത്താൻ വേണ്ടി ശ്രമിക്കും. മനസ്സിലായോ? ആ ഒരു ലക്ഷ്യം അറ്റൈൻ ചെയ്യാനായിട്ട് കിട്ടുന്നത് വരെ, നേടിയെടുക്കുന്നത് വരെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ആ മൂല്യമാണ്. ഇപ്പൊ ചില ആളുകളൊക്കെ നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ട് ജോലിയൊന്നും കിട്ടാതെ എന്തെങ്കിലും ഗവൺമെന്റ് ജോലി വാങ്ങിക്കണം എന്ന് തന്നെ ഉദ്ദേശിച്ചു പോകുന്നവരെന്ത് ചെയ്യും? അവരതിന് നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യും. മറ്റു ജോലിക്ക് എൻഗേജ് ആകില്ല. ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും, ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അത് നേടിയെടുക്കും എന്നുള്ള ചിന്തയിൽ ആ ഗോള്, അതാണ് ലക്ഷ്യം, അല്ലെ? അതിലേക്ക് തന്നെ ഞാൻ എത്തും, അല്ലെ? ഇപ്പൊ നിങ്ങളിപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിപ്ലോമ കഴിഞ്ഞു, PG പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ലക്ഷ്യമുണ്ട്, അല്ലെ? എല്ലാവർക്കും സെൽഫ് എസ്റ്റീം. നമ്മളിപ്പോ ഡിപ്ലോമ കഴിഞ്ഞു, അപ്പൊ ഐ നോ മൈ വാല്യൂ. അതിന്റെ ഡിപ്ലോമ ഞാൻ എടുത്തില്ലേ, അതിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയില്ലേ? സോ കിട്ടിയില്ലെങ്കിലും കഴിഞ്ഞിട്ട് വാങ്ങിക്കാനുള്ളവരും ഉണ്ടായിരിക്കും, അല്ലെ? PG കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എന്റെ വാല്യൂ കൂടി. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? എനിക്കുള്ള ജോലി നേടിയെടുക്കണം. അപ്പൊ അങ്ങനെയുള്ളവര് നമ്മളെ തന്നെ വിലയിരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അപ്പോൾ ആ ഗോൾ സെറ്റ് ചെയ്യുക. എനിക്ക് ഏതെങ്കിലും ഓർഗനൈസേഷനിലെ HR ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ജോലി കിട്ടണം. ഹോസ്പിറ്റൽസിലാകാം, അല്ലെങ്കിൽ സം അതർ ഓർഗനൈസേഷൻസിൽ എനിക്കത് നേടിയെടുക്കണം. ആ ഒരു ഗോൾ അത് കിട്ടുന്നത് വരെ അവരിങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരും അതും ഈ സെൽഫ് എസ്റ്റീമിന്റെ ഒരു ഇതാണ്. പേഴ്സണാലിറ്റി ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? അടുത്തത്, ഇനി ഹൈ സെൽഫ് എസ്റ്റീം ഉള്ളവര് മാത്രമല്ല, അവരെന്താണ്? അവരുടെ ഗോൾസ് അതുപോലെ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൂടുതൽ വാല്യൂസ് വരുമ്പോൾ അവർ കൂടുതൽ ഗോൾസിലേക്ക് മാറും. എന്ന് വെച്ചാൽ ഒരു ഗോളല്ല, ഒരു ലക്ഷ്യം മാത്രമല്ല, കൂടുതൽ ഗോൾസിലേക്ക് എത്താനും കൂടുതൽ ലക്ഷ്യങ്ങളും അവർക്ക് ചുറ്റുമുള്ളവരും അവരുടെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരെക്കാളൊക്കെ കുറച്ച് കൂടുതൽ മുന്നിലേക്ക് എത്താനും, അതുപോലെ തന്നെ എന്താ പറയാ, ഭയങ്കരമായിട്ട് ലോ റെസ്പെക്ട് ആയിട്ടുള്ള എംപ്ലോയീസ് ഒക്കെ എന്താ പറയാ, അവരെ തന്നെ വിലയിരുത്തുന്നില്ല, അല്ലെങ്കിൽ തന്റെ വാല്യൂ എന്താണെന്ന് അവർ സ്വയം ആലോചിക്കുന്നില്ല. അങ്ങനെയുള്ളവരെക്കാൾ കൂടുതൽ ഗോൾസ് സെറ്റ് ചെയ്യാൻ കൂടി അവർ ആഗ്രഹിക്കും. എംപ്ലോയീസ് വിത്ത് ഹൈ സെൽഫ് എസ്റ്റീം, നല്ല രീതിയിൽ ഗോൾസ് സെറ്റ് ചെയ്യാനും കൂടുതൽ ഗോൾസ് സെറ്റ് ചെയ്യാനും അത് അറ്റൈൻ ചെയ്യാനും എന്ത് ചെയ്യുന്നു? ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? അതേസമയം ലോ സെൽഫ് റെസ്പെക്ട് ഉള്ളവര്, അതായത് വളരെ താഴ്ന്ന രീതിയിലുള്ള സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ അത് തന്നെയാണ്, സെൽഫ് എസ്റ്റീം തന്നെയാണ് കേട്ടോ. നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ ഒരു ധാരണയില്ല, നമുക്കൊരു വിലയില്ല. അങ്ങനെയുള്ളവര് എന്താ പറയാ, അഡ്വേഴ്സ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാർ ഓർഗനൈസേഷനിൽ while they are doing their job they face many types of problems like stress. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷനിൽ എപ്പോഴും സ്ട്രെസ്, കോൺഫ്ലിക്റ്റ്, മറ്റുള്ളവരായിട്ട് വഴക്ക്, അതുപോലെ തന്നെ ഒരു കൃഷിയില്ല എന്തിനു വേണ്ടിയിട്ടാ ജോലി ചെയ്യണം, ആൾക്കറിയാം, ഒരു ഗോൾസ് ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? പിന്നെ മാത്രമല്ല അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ വളരെ മോശമായിരിക്കും. മറ്റുള്ള നല്ല രീതിയിലൊന്നും ഇവിടെ സൂപ്പർവൈസ് ചെയ്യില്ല. അങ്ങനെയുള്ള ചില അഡ്വേഴ്സ് ഇഫക്റ്റുകളൊക്കെ ആര് ജോബില് ഇത്തരം ലോ റെസ്പെക്ട് സെൽഫ് റെസ്പെക്ട് ഉള്ള ആളുകൾ ഫേസ് ചെയ്യുന്നു. മനസ്സിലായോ? എംപ്ലോയീസ് വിത്ത് ലോ സെൽഫ് റെസ്പെക്ട് ആർ മോർ സെൻസിറ്റീവ് ടു അഡ്വേഴ്സ്. അവര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ അവരെതൊക്കെ അഫക്ട് ചെയ്യും. ഇതുപോലെ പോർ വർക്കിംഗ് കണ്ടീഷൻസ് വരുമ്പോ അവർക്ക് എന്താ പറയാ, അവർക്ക് അവരുടെ മൂല്യങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരിതിനൊക്കെ പെട്ടെന്ന് എന്താ പറയാ, അവരെ മോശമായി ബാധിക്കും കേട്ടോ. അഡ്വേഴ്സ് ജോബ് കണ്ടീഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മുടെ സ്ട്രെസ്, കോൺഫ്ലിക്റ്റ്, അൺസർട്ടനിറ്റി ഒക്കെ ഇവരെ കൂടുതലായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ലോ സെൽഫ് റെസ്പെക്ട്. ക്ലിയർ?
മനസ്സിലായോ? അത് ഞാൻ പറയുന്ന 2-3 പോയിന്റ്. സെൽഫ് എസ്റ്റീം എങ്ങനെയൊക്കെയാണ് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ 3 പോയിന്റ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയും. അത് 3 അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇപ്പൊ അടയാളപ്പെടുത്തുന്ന അത്രയും ഭാഗം മതി. സെൽഫ് എസ്റ്റീം ഒന്നാമത്തെ അങ്ങനെ തന്നെ വേണം. റിഫ്ലെക്ട്സ് ആൻ ഇൻഡിവിജ്വൽസ് ചോയ്സ് ഓഫ് വൊക്കേഷൻ. പിന്നെ രണ്ടാമത്തേത് സെൽഫ് എസ്റ്റീം എഫക്ട്സ് ഇൻഡിവിജ്വൽസ് ആസ് ടു ഹൗ ദേ ഗെറ്റ് സെറ്റ് their goals. കേട്ടോ, ആ ഗോൾസ് വരെ മതി. സെൽഫ് എസ്റ്റീം എഫക്ട്സ് ഇൻഡിവിജ്വൽസ് ആസ് ടു ഹൗ ദേ ഗെറ്റ് സെറ്റ് ഗോൾസ്. അത്രയും മതി. പിന്നെ അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, എംപ്ലോയീസ് വിത്ത് ലോ സെൽഫ് റെസ്പെക്ട് ആർ മോർ സെൻസിറ്റീവ് ടു അഡ്വേഴ്സ് ജോബ് കണ്ടീഷൻസ്. അവിടെ വരെ കേട്ടാ. മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുക, എംപ്ലോയീസ് വിത്ത് ലോ സെൽഫ് റെസ്പെക്ട് ഭാഗമാണ്. മൂന്ന് സെന്റൻസ്. അപ്പൊ സെൽഫ് എസ്റ്റീം എങ്ങനെയൊക്കെയാണ് ഓർഗനൈസേഷനെ എഫക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ ആ 3 പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്ന അത്രയും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് സെൽഫ് എസ്റ്റീമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. എന്തിന്? ഒരു എംപ്ലോയിക്കും ഹൗ ദേ അസസ് ദെംസെൽസ്. അതായത് ഓരോ എംപ്ലോയിയും അവര് എന്താ പറയാ, ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, അവരുടെ ജോബുകൾ അവര് ഒരു ജോലി ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവർക്ക് കംപ്ലീറ്റ് ചെയ്യും. അത് അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി എങ്ങനെയാണ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ ഈ സെൽഫ് എസ്റ്റീമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റും അല്ലെ. വെൻ എ ജോബ് ഈസ് പ്രൊവൈഡഡ് ടു മീ, എനിക്ക് തന്നിരിക്കുന്ന ജോലി അതെനിക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ഗോള് നമ്മൾ ലക്ഷ്യം വെച്ചിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ചെയ്ത് തീർക്കാനായിട്ട് സെൽഫ് എസ്റ്റീം എത്രത്തോളം വാല്യൂ ചെയ്യുന്ന ആളുകളാണോ അതനുസരിച്ച് അതിന് മാറ്റം ഉണ്ടായിരിക്കും. നന്നായിട്ട് അവനവർ എനിക്കിത് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കഴിവുള്ളവർ അത് ചെയ്യും. അതേസമയം എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് ആദ്യമേ തന്നെ തുടങ്ങി നമ്മൾ എന്താ പറയാ അതിനെ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നോട്ട് ഡു ഇറ്റ്. അത് കംപ്ലീറ്റ് ചെയ്യില്ല, ആ ടാസ്ക് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ റിഫ്ലെക്ട്സ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ അത് നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, മനസ്സിലായോ? യെസ്. അപ്പൊ നമ്മള് ഒന്നാമത്തേത് നമ്മൾ എന്താ പറയുന്നത്, ആദ്യത്തെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തേത് റിസ്ക് ടേക്കിംഗ് ആയിരുന്നു. രണ്ടാമത്തേത് സെൽഫ് എസ്റ്റീം അല്ലെ പറഞ്ഞു. സെൽഫ് മോണിറ്ററിംഗ് പറഞ്ഞു, സെൽഫ് എസ്റ്റീം പറഞ്ഞു. ഓക്കെ, യെസ്. അടുത്തത് നോക്കാം. സെൽഫ് മോണിറ്ററിംഗ് ടോപ്പിക്കായിരുന്നു അല്ല പറഞ്ഞു. യെസ്. അടുത്തത് ലോക്കസ് ഓഫ് കൺട്രോൾ. ഇത് എവിടെയാണ് കേട്ടിട്ടുണ്ടല്ലേ? ദ ലോക്കസ് ഓഫ് കൺട്രോൾ എവിടെ കേട്ടത്? നേരത്തെ പഠിച്ചിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട് അല്ലെ? ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഹൗ എന്താ പറയാ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് കൺട്രോൾസ് വൺ പേഴ്സൺ അല്ലെ. അതായത് നമ്മള് എന്താ പറയാ ഓരോരുത്തരെയും ഏത് രീതിയിലാണ് അവരവരുടെ പല കാര്യങ്ങളും എന്താ പറയാ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. ഇപ്പൊ നമ്മള് പല കാര്യങ്ങളും നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് ഏതൊക്കെ ഘടകങ്ങൾ മൂലമാണ് നമ്മളെ നിയന്ത്രിക്കപ്പെടുന്നത്, ഓരോ വ്യക്തികളെയും നിയന്ത്രിക്കുന്നത്. ചിലർ വിചാരിക്കും എന്നിൽ നടക്കുന്ന എന്റെ ഓരോ സിറ്റുവേഷൻസും എനിക്ക് വരുന്ന ഓരോ കണ്ടീഷൻസും ഒക്കെ എന്റെ പ്രവർത്തികൾ കൊണ്ട് തന്നെ അല്ലെങ്കിൽ എന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ സംഭവിക്കുന്നതാണ് എന്ന് വിചാരിക്കും ചില ആൾക്കാർ അല്ലെ. അത് ഒരു ലോക്കസ് ഓഫ് കൺട്രോൾ ആണ്. ഓരോരുത്തരും നിയന്ത്രിക്കുന്ന രീതിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ചില ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് മേ കൺസിഡർ ദാറ്റ് ദേ ആർ കൺട്രോൾഡ് ബൈ സം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എന്നാൽ മറ്റുള്ളവർക്ക് വിചാരിക്കും, ചില ആൾക്കാർ വിചാരിക്കുന്നത് എന്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കപ്പെടുന്നത് മറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് പുറത്തുള്ള കുറെ കാര്യങ്ങളുമായിട്ടാണ് എന്നാണ് ചിന്തിക്കുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ
അതാണ് അതിനെയാണ് നമ്മൾ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുക. ഇത് ഇൻഡിക്കേറ്റ്സ് ദ ബിലീഫ് ഓഫ് ഇൻഡിവിജ്വൽ ഓൺ ആൻ എക്സ്റ്റെന്റ് ടു വിച്ച് ഷീ ഓർ ഹി ക്യാൻ കൺട്രോൾ ഇവന്റ്സ് എഫക്ടിംഗ് ദം. ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും അവരെ ബാധിക്കുന്ന ഓരോ കാര്യങ്ങളും ഏത് രീതിയിൽ അവരെ എന്താ പറയാ അവര് നയിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവരെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും ഓരോ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെയാണ് നമ്മൾ വിളിക്കുക ലോക്കസ് ഓഫ് കൺട്രോൾ. ഇറ്റ്സ് എ ബിലീഫ്. അങ്ങനെ ഒരു വിശ്വാസമാണ് കേട്ടോ. എന്നെ നയിക്കുന്നത് എന്റെ പ്രവൃത്തികൾ തന്നെയാണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചില ആൾക്കാർ വിചാരിക്കുമല്ല എന്നെ നയിക്കുന്നത് എന്റെ പുറത്തുള്ള ചില ഫാക്ടേഴ്സ് ആണ് എന്നുള്ളത്. ഓക്കെ, രണ്ട് രീതിയിലുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉണ്ട്. ഏതാണൊക്കെ ഇവിടെ ഒരു ആ ടേബിളിൽ കൃത്യമായിട്ട് അത് വരച്ച പോലെയൊക്കെ കാണിച്ചിട്ട് അത് ഇമ്പോർട്ടന്റ് ആണല്ലോ. ആ വെട്ടിക്കകത്തുള്ളത് ബോക്സിനകത്തുള്ളത് ഇൻഡിവിജ്വൽസ് വിത്ത് ഹൈ ഇന്റേണൽ ലോക്കസും ഇൻഡിവിജ്വൽസ് വിത്ത് ഹൈ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും കേട്ടോ. ഹൈ ലോക്കസ് ഓഫ് കൺട്രോളും എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് ഹൈ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു വിചാരിക്കുന്നത്? ഓക്കെ, the people are the individuals with the high internal locus of control. Internal locus of control കൂടുതലുള്ള ആൾക്കാർ വിചാരിക്കുന്നത് വിശ്വസിക്കുന്നത് ഓൺ മാനർ അവരുടെ സ്വന്തം പ്രവർത്തികള് സ്വന്തം എന്താ പറയാ മാനറിസംസ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അവരുടെ ഓരോ ആക്ഷൻസ് ഒക്കെയാണ് അവരുടെ ഈ ഓരോ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ഇവന്റുകളും സംഭവിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണെന്നാണ് ബിലീവ് അവർ വിശ്വസിക്കുക. ഇൻഡിവിജ്വൽസ് വിത്ത് ഹൈ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ളവര് കേട്ടോ. അതേസമയം ഹൈ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ളവര് അങ്ങനെയുള്ളവർ വിശ്വസിക്കുന്നത് എന്താ? ചാൻസ് ഓർ ഫെയ്ത്ത്, പല സാഹചര്യങ്ങളാണ്, പല എന്താ പറയാ തന്റെ വിധിയാണ് ഭാഗ്യാണ് എന്നൊക്കെ കണ്ടിട്ട് അല്ലെ. അതായത് അങ്ങനെയുള്ള ചിലപ്പോൾ മേബി സം അതർ പീപ്പിൾ മറ്റുള്ളവർ കാരണമാണ് എനിക്ക് ഇങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ബിലീവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. അത് ഹൈ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. ക്ലിയർ? മനസ്സിലായോ? ലോക്കസ് ഓഫ് കൺട്രോളിന്റെ ആദ്യം എഴുതിയിരിക്കുന്ന സെന്റൻസും ആ ബോക്സിനകത്തുള്ളതും രണ്ടും പഠിക്കും കേട്ടോ. ഈ സെന്റൻസിൽ ഫസ്റ്റ് സെന്റൻസ് ലോക്കസ് ഓഫ് കൺട്രോൾ ഇൻഡിക്കേറ്റ് എന്താണ് ലോക്കസ് ഓഫ് കൺട്രോൾ, അതിന്റെ ഒരു ഡെഫിനിഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. The belief of the individual on the extent to which he or she can control events affecting them എന്നുള്ളതും താഴെ പെട്ടിക്കകത്തുള്ളതും നിങ്ങൾ പഠിക്കണം. ഓക്കെ, അടുത്തത് നമ്മള് ഇതും നേരത്തെ കേട്ടേക്കുന്ന കാര്യമായിരുന്നു. മക്കിയവെല്ലിയനിസം ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണെന്ന് അല്ലെ. മക്കിയവെല്ലിയനിസം എന്താണെന്ന് പറയുന്നുണ്ട് നമ്മൾ എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ എഴുതി തരാം ഉണ്ടല്ലോ. എന്താണ് മക്കിയവെല്ലിയനിസം എന്ന് പറയുന്നത്? ഇറ്റ്സ് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക് അല്ലെ, ഒരു പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക് ആണ്. അതെന്ന് പറയുന്നത് ലൈക്ക് എന്താ പറയാ കണ്ണിങ്ങിലൂടെ അല്ലെങ്കിൽ മാനിപ്പുലേഷനിലൂടെ, അതായത് മൊറാലിറ്റിക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഇതുപോലെയുള്ള മോറൽ കാര്യങ്ങൾക്കവിടെ പ്രാധാന്യമില്ല. കണ്ണിങ് മാനിപ്പുലേഷൻ എന്നിൽ കൂടെയൊക്കെ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്. അത് അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ക്യാരക്ടറൈസ്ഡ് ആണ് മക്കിയവെല്ലിയനിസം എന്ന് പറയുന്നത്. ഇതിന്റെ ടേം ഡിറൈവ് ചെയ്തത് ഇപ്പോഴോ മക്കിയവെല്ലിയനിസം ഇൻ ഹിസ് റൈറ്റിംഗ്സ് അവരുടെ ഒരു എന്തോ കാര്യത്തിൽ എഴുതി വെച്ചതാണ്. ആളുടെ പേരാണ് കേട്ടോ മക്കിയവെല്ലി, ആളുടെ പേരാണ്. അതുകൊണ്ടാണ് അതിന്റെ പേര് വന്നത് മക്കിയവെല്ലിയനിസം എന്ന് പറയുന്നത്. ഹൗ ടു ഒബ്റ്റെയിൻ ഓർ ഹൗ ടു യൂസ് പവർ. നമുക്ക് എങ്ങനെയാണ് നമുക്ക് എന്താ പറയാ ഒരു ശക്തി അല്ലെങ്കിൽ പവർ ലഭിക്കുക, അതോടൊപ്പം തന്നെ ഹൗ ക്യാൻ ബി യൂസ് ദാറ്റ് പവർ, ആ പവർ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ അടിസ്ഥാനമാക്കി മക്കിയവെല്ലി അദ്ദേഹത്തിന്റെ എന്തോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് മക്കിയവെല്ലിയനിസം എന്ന് പറയുന്നത് ഈ ഒരു ടേം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് ഹൗ ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ക്യാൻ ഇൻഫ്ലുവൻസ് അതേഴ്സ്. അതായത് നമുക്ക് നമ്മളുടെ വികാരം അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയിരുന്ന പവർ ഉപയോഗിച്ച് മറ്റുള്ളവരെ നമുക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം, അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഹൗ ടു ഒബ്റ്റെയിൻ ഓർ ഹൗ ടു യൂസ് പവർ, that is on an individual's ability to influence others അല്ലെങ്കിൽ influence people. മറ്റു ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഒരു വ്യക്തിയുടെ കഴിവ്, ആ കഴിവ് എങ്ങനെയാണ് നേടുന്നത്, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എനിക്കൊരു കഴിവുണ്ട്,
എനിക്ക് നല്ല അധികാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ അധികാരം ഉപയോഗിച്ച് ഞാൻ മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് മനസ്സിലായ അതാണ് മക്കിയാവെലിസം എന്ന് പറയുന്നത്. കണ്ണിങ് മാനിപ്പുലേഷൻ എന്ന് വെച്ചാൽ ഇതൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഫ്ലുവൻസ് നമ്മുടെ ഓർഗനൈസേഷൻസിൽ അത് കൊണ്ടുവരുമ്പോ അതെന്താ പറയാ ഒരു ചില ആളുകൾ ഒരു കളിയായിട്ട് കളി മീൻസ് നമ്മുടെ സാധാരണ ഗെയിമൊന്നുമല്ല ഒരു ബിസിനസ് ഓർഗനൈസേഷൻസിൽ എംപ്ലോയീസ് ആണ് ഇങ്ങനത്തെ ചില കളികൾ ഗെയിമുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോഴൊക്കെ അത് നല്ല രീതിയിൽ നല്ല കാര്യമായിട്ട് നമുക്ക് എടുക്കാം. പോസിറ്റീവായിട്ടുള്ളൊരു ഗെയിം ആയിരിക്കാം. ടു ലീഡ് ടു സക്സസ് വിജയത്തിലേക്കുള്ള നല്ലൊരു ഗെയിം ആയിരിക്കാം. ചിലപ്പോൾ ഒരു എന്താ പറയാ മോശമായ രീതിയിലും ആകും കേട്ടോ. അപ്പൊ മക്കിയാവെലിസം എന്ന് പറയുന്നത് അതാണ് എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് അതർ പീപ്പിൾ അല്ലെങ്കിൽ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ഒരു ആളുടെ കഴിവ്. അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ പവറുണ്ട് അതെങ്ങനെ ഉപയോഗിക്കുന്നു. ക്ലിയറായോ? അതിന്റെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. ഇൻഫ്ലുവൻസ് പീപ്പിൾ വരെ ഇൻഫ്ലുവൻസ് പീപ്പിൾ വരെയുള്ള ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Machiavellianism is a term derived from this term. Machiavellianism is a term derived from Niccolo Machiavelli's writings, who wrote on how to obtain and use power, that is, on an individual's ability to influence people. A sentence underlined here. Underline ചെയ്തു. അതെ അതെ ഇതിന് ഒരു ഉദാഹരണം അവരുടെ ലാസ്റ്റ് പറയല ആ ലാസ്റ്റ് പറഞ്ഞ ഉദാഹരണം നമുക്ക് തുടങ്ങാം. ഈ മക്കിയാവെല്ലിസം എന്ന് പറയുന്നത് ചില ആൾക്കാർ അവരുടെ കഴിവും ഇതൊക്കെ ഉപയോഗിച്ച് അതങ്ങനെ കഴിവ് നേടിയെടുക്കാനും അല്ലെങ്കിൽ ആ ശക്തി നേടിയെടുക്കാനും അത് ഉപയോഗിച്ച് മറ്റുള്ളവരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇല്ല ഇവിടെ ആ ഒരു രീതിയിൽ ഒരു ഉദാഹരണം പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി തരും നമുക്ക് പറയുന്ന കാര്യത്തിന്. ഈ മാത്സ് പറയുന്ന അനുസരിച്ച് മാത്യുവലി പറയുന്നത് അനുസരിച്ചിട്ടേ അതായത് ഇപ്പൊ ദ പീപ്പിൾ ആർ ഓർ ഇൻഡിവിജ്വൽസ് ഓർ ദ എംപ്ലോയീസ് ആർ റിവാർഡഡ് ഫോർ ദർ ഗുഡ് പെർഫോമൻസ്. ഇപ്പൊ അവൻ ജോലി ചെയ്യുമ്പോ അവൻ അവന്റെ കഴിവ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അവന്റെ നല്ല സ്കിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു അവൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ആൻഡ് ഇഫ് ദേ ആർ അവാർഡഡ് ഓർ റിവാർഡഡ് വിത്ത് മണി ഓർ സം അതർ ആസ്പെക്ട് ചിലപ്പോ പൈസയായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളായിട്ടോ അവർക്ക് എന്തെങ്കിലും ഒരു ബോർഡ് അവാർഡൊക്കെ കൊടുക്കുകയാണ് ഒരു ഗുഡ് പെർഫോമൻസിന്. അങ്ങനെ വരുമ്പോൾ ഈ മക്കിയാവെല്ലിസം എന്ന് പറയുന്നത് ഒരു ശരിയായ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ അവൻ അവന്റെ കഴിവ് ഉപയോഗിക്കുന്നു അവന്റെ ശക്തി അല്ലെങ്കിൽ ആ ഒരു പവർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു. ആ സ്വാധീനം എന്താ ഇൻ ദ ഫോം ഓഫ് അവാർഡ് അവർക്ക് കിട്ടുന്ന അവാർഡുകളായിട്ട്. മനസ്സിലായോ? അതാണ് മക്കിയാവെല്ലിസം. ഇപ്പൊ ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് ബിസിനസ് ഓർഗനൈസേഷനിൽ ഇത്തരം പേഴ്സണാലിറ്റിയാണ്. ഇപ്പൊ എന്റെ കഴിവ് ഉപയോഗിച്ച് ഞാൻ നല്ല പെർഫോമൻസ് മറ്റേക്കാളും നന്നായി ചെയ്യുന്നു. അതിനനുസരിച്ച് മാനേജ്മെന്റ് എനിക്ക് അതിനെന്തെങ്കിലും ഒരു അവാർഡ് തരുന്നു അല്ലെങ്കിൽ എന്നെ ആ രീതിയിൽ പരിഗണിക്കുന്നു. അതൊരു എന്താ എന്റെ സ്കിൽ ഉപയോഗിച്ചില്ല എന്റെ അധികാരം ഉപയോഗിച്ചില്ല അത് ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യാണ് ആരെ മാനേജ്മെന്റിനെ ടു ഗിവ് മീ അവാർഡ് എനിക്ക് അവാർഡ് കിട്ടാനുള്ള ഒരു രീതി. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഈ മക്കിയാവെല്ലിസം അല്ലെങ്കിൽ ഈ ഹൈ മാത്സ് ഒക്കെ ഉള്ളവരെ മീൻസ് ഈ പറയുന്ന രീതിയിലുള്ള പവർ ഉപയോഗിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് എന്താ പറ്റാന്നറിയോ അവർക്ക് പ്രോപ്പർ സിറ്റുവേഷൻ അനുസരിച്ച് നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡെവലപ്ഡ് ആകാൻ പറ്റും എന്ന് വെച്ചാൽ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാം ഒരുപാട് അത്തരം ആളുകൾക്ക്. ബിക്കോസ് അവർക്ക് ആ ഒരു കഴിവ് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് വെച്ച് അവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോ അവർക്ക് കൂടുതലായിട്ട് ഓരോ പൊസിഷനിലേക്ക് എത്താം ഹൈ പൊസിഷനിലേക്ക് എത്താം കൂടുതൽ അവാർഡുകളും റിവാർഡുകളും ഒക്കെ വാങ്ങിക്കാൻ പറ്റും എന്നാണ് ഈ ഹൈ മാത്സിന്റെ പ്രത്യേകത. ഇന്നത്തെ നാം ബാക്കിലേക്ക് പോകുന്നത് കേട്ടോ. ഹൈ മാത്സിന്റെ പ്രത്യേകത അവർ ബിലീവ് ചെയ്യുന്നത് ഈ ഹൈ മാത്സ് ഉള്ള ആൾക്കാർ എന്ന് വെച്ചാൽ എന്റെ പവർ ഉപയോഗിച്ച് ഐ ക്യാൻ ഇൻഫ്ലുവൻസ് അത് എനിക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്ന് വിചാരിക്കുന്നവരില്ലേ അവർ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ends justify means. ends justify means. ends എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ends and means നിങ്ങൾ എവിടെയെങ്കിലും വേറെ കേട്ടിട്ടുണ്ടോ? ഇവിടെ അതിന്റെ ലിറ്റററി മീനിങ് എന്താ പോലെ ends and means എന്ന് പറഞ്ഞാൽ
വാണ്ട്സ് ആൻഡ് റിസോഴ്സസ് എന്നാണ്. വാണ്ട്സ് ആൻഡ് റിസോഴ്സസ് നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള വിഭവങ്ങൾ ഉണ്ടെന്നാണ്. നമ്മളുടെ ആവശ്യമാണ് നമ്മുടെ വിഭവങ്ങളെ എന്താ പറയാ നിശ്ചയിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അടുത്ത ക്ലാസ് തോന്നുന്നത്. സോ അവിടെ വരെ ഒന്ന് നന്നായിട്ട് വായിച്ചു കൊടുക്കാം കേട്ടോ. ഇതിന്റെ ബാക്കി വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ അടുത്ത ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യാം. നന്നായി മാറിപ്പോയി. ഓക്കെ, സോ അവിടെ വരെ വായിച്ചിട്ട് വരാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. അവിടെ വാതിലിൽ മുട്ടുന്നുണ്ട്. Thank you. ബൈ ബൈ.